അപ്പോൾ ഈ വൈഷ്ണവേറ്റ്സും ശൈവേറ്റ്സും തമ്മിലുള്ള ഒരു 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 ക്ലാഷ് വരുന്നത് ഈ ത്രിമൂർത്തികളിലെ വിഷ്ണുവും ശിവനും തമ്മിലാണോ, അതോ ഈ വിഷ്ണുവും സദാശിവനും തമ്മിലുള്ളതാണോ എന്നുള്ളതാണ് അങ്ങ് വ്യക്തമാക്കേണ്ടത്. അതായത് ഇവരിപ്പോൾ പറയുന്നത് ഈ ശിവനെയാണ്, രുദ്രൻ എന്ന ശിവനെ അവരെ എതിർക്കുന്നത്. നിങ്ങൾ 3 പേരും സഹോദരങ്ങളാ. അതെ, നിങ്ങൾ എന്തിനാ അവരെ എതിർക്കുന്നത്? അത് ഇതിന്റെ മുകളിലാണല്ലോ ദേവി ഭാവത്തിൽ അതിന്റെ ഇരിക്കുന്നത് വേറെയാ, ശക്തിയായിട്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ മുകളിലിരിക്കുന്നവരെ നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ എന്തിനാ ഇവിടെ കിടന്നടിക്കുന്നേ? നമ്മൾ അതിൽ നിന്നാ വന്നിരിക്കുന്നത്. ഇത് തന്നെയാണല്ലോ ബൈബിളിലും പറഞ്ഞിരിക്കുന്നത്. ഇറങ്ങി വന്ന 2 മക്കളും അടിച്ചു ചത്തുന്നു. ഇതാ ഇവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത്. ശൈവ വൈഷ്ണവ എന്നുള്ള ഒരു അടിയാ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് കളഞ്ഞാ മതി. ബൈബിളിൽ ഈ മണ്ണ് വെച്ച് രൂപം ഉണ്ടാക്കിയിട്ട് ശ്വാസം ഊതി കൊടുത്തു എന്ന് ബൈബിളിലും അങ്ങനെ പറയുന്നു. ഖുറാനിൽ റൂഹ് ഊതി കൊടുത്തു, ദൈവം തന്നെ ശ്വാസത്തെ നൽകി. ഇത് തന്നെയാണ് എല്ലാത്തിലും. ഓം നമഃ ശിവായ. അപ്പൊ ഈ ശ്വാസം എന്നതാ ഈ സാധനം വിട്ടു, അതങ്ങനെ സംരക്ഷിക്കുന്നു, നശിപ്പിക്കേണ്ട ഇവിടെ ഒരു പ്രാണന്റെ എക്സ്പ്ലനേഷൻ ആയിട്ടും പറയാറുണ്ടല്ലേ, ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള മൂവ്മെന്റ് എന്നല്ലേ പറയുന്നത്. അതായത് നിരന്തരമായിട്ട് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ നിരന്തരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആള് പോയാ നമ്മളും പോകേണ്ടി വരുന്നു. ഇതാ ചോദ്യം, ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം അതാ. അപ്പൊ വിഷ്ണു അൾട്ടിമേറ്റ് ആണെങ്കിൽ വിഷ്ണു എന്തിനാ നമ്മളെ എടുക്കുന്നത്? എല്ലാവരും ആരാധിക്കുന്നവരാണല്ലോ. അതെ, ഈ വൈഷ്ണവ സിദ്ധാന്ത പ്രകാരവും നിങ്ങൾ ആരാധിക്കുന്നു. വിഷ്ണുവാണ് ദൈവം എന്ന് പറയുന്നത്. വിഷ്ണുവിൻ്റെ പദത്തിലേക്ക് ചേർക്കാനാണെങ്കിൽ ഇനി മണ്ടയിലിരിക്കുന്ന ആളാര് കൊണ്ടുപോകും? താഴെ ഇരിക്കണ എന്നെ കൊണ്ടുപോയി, എൻ്റെ വേറൊരു ഭാവം ഇരിക്കണം. അതിനെയാണ് നിങ്ങൾ എതിർത്തോണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിഷ്ണുവിൻ്റെ ശില ഉണ്ടാക്കണമെങ്കിലും കല്ല് വേണം, ശിവന്റെ ശില ഉണ്ടാക്കലും കല്ല് വേണം. രണ്ടും കല്ല, രണ്ടിനെ അടിച്ചാൽ പൊട്ടും. ആ കല്ല ഇതുണ്ടെങ്കിലേ നിങ്ങൾക്ക് വിഷ്ണു ആവും ബ്രഹ്മാവായും ശിവനായിട്ടൊക്കെ ഇരിക്കാൻ പറ്റും. അപ്പൊ ഈ കല്ലിനെയാണ് നമ്മൾ പറയുന്നത്. ഇനി ഇതിനെയൊക്കെ തന്ന ഒരു കല്ല് മേളിലിരിപ്പുണ്ട്, അതിലേക്കാണ് നിങ്ങൾ ഒതുങ്ങേണ്ടത്. അപ്പം ഞാനിരിക്കും, നമുക്ക് 3 വിധമായ വെർഷൻസ് പറഞ്ഞാൽ, ഒന്ന് ആണ്, ഒന്ന് പെണ്ണ്, മൂന്നാമത്തത് രണ്ടും അല്ലാത്തത് അലി, ആണും പെണ്ണും കെട്ടത്. ഓക്കെ, ഇത് 3നെയുമാണ് നമ്മൾ പറയുന്നത്. അതിന് അലി എന്നാ പറയുന്നത്, നപുംസകേ. അപ്പോൾ അതർത്ഥ നാരീഭാവം. അല്ല, സൂഫികളുടെ പാട്ടുകൾ ഇങ്ങനെ അലി 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 എന്ന് പറയുന്നുണ്ട്, ഇല്ല. അപ്പോൾ ഇത് 2 പേര്, മറ്റത് ബ്രഹ്മാവ്. അതുകൊണ്ടാണ് ബ്രഹ്മാവിന് ആണിനെയും പെണ്ണിനെയും സൃഷ്ടിക്കാൻ പറ്റുന്നത് ഒരുമിച്ച്. നമ്മുടെ ചിന്തകളും അങ്ങനെ ഒരു ചിന്തയെ 2ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക. അതാണോ ഇതാണോ ശരി? ബ്രഹ്മഭാവം, അത് അലിഭാവം. വിഷ്ണു ശ്രീഭാവം. ഇത് 3മായി. അപ്പൊ ഇത് വിഷ്ണു നാഡി, ഇത് രുദ്രനാഡി, നടുക്കിരിക്കുന്നത് ബ്രഹ്മനാഡി, ചുഴിമുന, ആണും പെണ്ണും കെട്ടിരിക്കും. ഇതിനെയാ. അപ്പൊ ഇതിലേതാ നമുക്ക് മാറ്റേണ്ടേ? 3 വേണ്ടേ? അപ്പൊ ഇതാണ് ശരി, നീ വേണ്ടാന്ന് പറയാൻ പറ്റുമോ? ഇവിടെയാ നമ്മൾ തർക്കം വയ്ക്കുന്നത്. അല്ലാതെ മുകളിലിരിക്കുന്ന അൾട്ടിമേറ്റ് എല്ലാവർക്കും ഒന്നാ. അവന് വിഷ്ണു എന്നോ ശിവനെന്നോ ഒരു പേരും ഇല്ലാത്തവനാ. അതിനെയാ പറയുന്നത് പരബ്രഹ്മ സ്വരൂപം. അതിന്റെ വേറൊരു പേരാണ് ഈശോവാസം. ഈശോവാസം ഇതം സർവം, എല്ലായിടത്തും ഉണ്ട്. അപ്പൊ പിന്നെ വേറെ പ്രത്യേകിച്ച് എന്താ പിന്നെ ശിവനിലില്ലാത്ത? അപ്പൊ ആ ഈശ്വരനല്ലല്ലോ വിഷ്ണു എങ്കിൽ. അപ്പൊ ശിവനിലും ഉണ്ടല്ലോ. നിങ്ങൾ അത് അംഗീകരിക്കുന്നു, ഇത് അംഗീകരിക്കില്ല. അപ്പൊ ഇവര് മതം വളർത്തുക, അല്ലെങ്കിൽ ഒരു സമുദായത്തെ വളർത്തുക എന്നുള്ള ലക്ഷ്യത്തിലാണ് പോകുന്നത്. അവിടെയാണ് നമുക്ക് എന്ത് പറ്റുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ അടിയുണ്ടാകുന്നത്. അത് വേണ്ട. നമ്മളെല്ലാം ഒരു മതത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാവരും ഒന്നാണ്, ആരിലും വ്യത്യാസമില്ല. നിങ്ങളങ്ങനെ പോവും, ഞങ്ങളിങ്ങനെ പോവാം. വിഷ്ണുവിൽ പോയാലും ശിവത്തിലേക്ക് വന്നേ പറ്റൂ. കാരണം ഈ രുദ്രഭാവം ഇല്ലാതെ ആർക്കും നശിക്കാൻ പറ്റില്ല. വൈകുണ്ഠ പദവി വേണമെങ്കിലും കാലൻ എടുക്കണമെന്നാ. കാലൻ എന്താ? കാലത്തിൻ്റെ, അതാണ് കാലത്തിൽ ലയം പ്രാപിച്ചിരിക്കുന്നതിൻ്റെ പേര് കല. ആ കലകളാണ് കാലത്തെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ കാലത്തിനകത്തൊളിഞ്ഞിരിക്കുന്നവൻ്റെ പേരാ കാലം. നിങ്ങൾക്കിപ്പോൾ രാവിലെ നടന്നത്
പകുതി പോയി, പകുതി എടുത്തു കഴിഞ്ഞു, ഇനി ഒന്നുമില്ല അതിൽ ബാക്കി. ഇപ്പോൾ അതാ നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാ അടുത്ത് വരാൻ പോകുന്നു. രാത്രിയാകുമ്പോൾ നമ്മളവരെ എടുക്കും. നമ്മുടെ മൈൻഡ് സൈലൻ്റാ. രാത്രി ഓരോ രാത്രിയും നമ്മൾ പുനർജനിച്ചുകൊണ്ടിരിക്കുക. ഇന്നത്തെ മനസ്സല്ലല്ലോ നാളെ നിങ്ങൾക്ക്. അതെന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പഠിക്കുന്നത്, ശരയോഗം പഠിപ്പിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, ഒരു മനസ്സാക ഇരു. ഇന്നൊരു മനസ്സ് നാളെ ഒരു മനസ്സ് വരരുത്, ആർക്കും ജീവിക്കാൻ പറ്റില്ല. അതിനെയാ പറയണത് മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നു. മനസ്സിനെ ചുമ്മാ ഇങ്ങനെ വ്യാപരിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഒരു തീരുമാനത്തിലിരിക്കും, ആ ഒരു മനസ്സെടുക്ക്, ആ മനസ്സെടുത്ത് വെച്ചിട്ട് നിങ്ങൾ ജീവിക്കാൻ പഠിച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് പോകാൻ പറ്റും. നമുക്കിപ്പോൾ വൈഷ്ണവമോ ശിവമോ ബ്രഹ്മാവോ ഇതൊന്നും അല്ല തർക്കം. കാരണം അതെല്ലാം നിങ്ങൾ വച്ചിരിക്കുന്ന പേരുകളാണ്. നിങ്ങൾ അതിൽ ഒരു ഇത് പറഞ്ഞത്, കാരണം വിഷ്ണു എപ്പോഴും നമ്മളിങ്ങനെ അറിയാലോ, പാരാഴിയിൽ ഇങ്ങനെ കൈയും കൊടുത്ത് വളരെ സമാധാനത്തിൽ സന്തോഷത്തിൽ ഇരിക്കുന്നു. പക്ഷെ ശിവൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ശിവൻ ആരെ ധ്യാനിക്കുന്നു എന്നുള്ള ചോദ്യം അവർ പറയുന്നുണ്ട്. അപ്പോൾ അത് ഈ പറയുന്ന അവർ പറഞ്ഞു വയ്ക്കുന്നത് ഈ ഒരു സങ്കല്പത്തിലാണ് പറയുന്നത്. ഇല്ല, ഈ വിഷ്ണു സന്തോഷത്തിൽ കിടക്കണമെന്ന് അതാണ് പറയുന്നത്. വിഷ്ണുവിൻ്റെ ഒരു സ്വഭാവമുണ്ട്, എല്ലാം ആട്ടിവിട്ടതാണ് പ്രാണൻ്റെ സ്വഭാവം. പ്രാണൻ ചലിപ്പിച്ചിട്ട് മിണ്ടാതെ കിടക്കുക, പ്രാണൻ നിയന്ത്രിക്കുന്നില്ല. അതായത് ഒരു ട്യൂബ്, ടാങ്കിൽ വെള്ളം ഇട്ടിട്ട് അതിനകത്തൊരു ട്യൂബ് ഇട്ട് ആ എൻഡിലൊന്ന് വാ കൊണ്ട് വലിച്ചിട്ട് അങ്ങ് വിട്ടാൽ ടാങ്കിലൊക്കെ ഇരിക്കുന്ന വെള്ളം മൊത്തം താഴെ പോകും. വിഷ്ണു എന്ന് നമ്മുടെ ഉള്ളിൽ കയറിയോ അന്ന് നിമിഷം മുതൽ ആട്ടിയിട്ട് ചുമ്മാ കിടന്നുറങ്ങുക. ഇതിങ്ങനെ എടുത്തോണ്ട് വിട്ടോണ്ടിരിക്കുകയല്ലേ. ഇതെപ്പോൾ നിയന്ത്രിക്കും? നിങ്ങളെ നിയന്ത്രിക്കാനല്ലേ ഇവിടെ തന്നേ, നിങ്ങൾ ഉറങ്ങിക്കൊണ്ടായിരിക്കണേ. അതുപോലെ വിഷ്ണുവിൻ്റെ കാലിൽ ദേവി പിടിച്ചിട്ടുണ്ട്. അതിനർത്ഥം അറിയാമോ ആർക്കെങ്കിലും? ഇല്ല. അതാ പഠിക്കാനുള്ളത്. അതിൻ്റെ പേരാ കലകൾ, കാലം. ആ കലകളിലൂടെയാ ധനം വരുന്നത്. അതാണ് ലക്ഷ്മി. കലകളെ ഞാൻ തട്ടിവിട്ടിട്ടിരിക്കുക, അതാണ് എൻ്റെ അടയാളം. ഞാൻ തട്ടിവിട്ട് കഴിഞ്ഞ് ഞാൻ കിടക്കുക, ഉറക്കത്തിലാ, ഗാഠനിദ്ര, ജലത്തിന്മേൽ നല്ല ഉറക്കത്തിലിരിക്കുക. എന്നെ മറ്റേയാൾ സേവിച്ചുകൊണ്ടിരിക്കുന്നു. ആ സേവനം എന്നത് ഞാൻ അതിലൂടെ നിനക്ക് ആവശ്യമുള്ള എല്ലാ ധനങ്ങളെയും തരുന്നു. എടുത്ത് ജീവിക്കേണ്ടവൻ നീയാ. എടുത്തില്ലെങ്കിൽ ആര് പോയി? 3 പേര് 3 ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എടുക്കുന്നില്ല, വിട്ടു. മറ്റേയാൾ നിനക്കെല്ലാം തന്നിട്ടുണ്ട്, ഇതെല്ലാം നീ എടുത്ത് അനുഭവിച്ചിട്ട് എന്നിലേക്ക് വാ, ഞാൻ നിന്നെ കാത്ത് ധ്യാനനിരതന. എങ്ങനെ കാത്ത്? നമ്മളൊക്കെ പറയുന്ന വേറെ ആരാ കാത്തിരിക്കണമെന്നില്ല. സാക്ഷാൽ ശിവസ്വരൂപം അല്ലെങ്കിൽ രുദ്രസ്വരൂപം, ഇത് നമ്മൾ തിരിച്ചവിടേക്ക് പോകുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് വേണ്ടി എന്ത് ചെയ്തിരിപ്പുണ്ട്? ധ്യാനനിര. നമ്മളാണ് ശിവനായിട്ട് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ഇത് തിരിച്ചെന്നിലേക്ക് മടങ്ങുമെന്ന പ്രതീക്ഷയിലിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഇതെല്ലാം കളഞ്ഞ് വേറൊരു സുഖത്തിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ സമയമാകുമ്പോൾ ഞാൻ ഇത്രയും പണം കൊടുത്ത് പുള്ളി ഇതെല്ലാം അനുഭവിച്ചിട്ട് എല്ലാം മനസ്സിലാക്കി എന്നിലേക്ക് തിരിച്ചു മടങ്ങും, അപ്പോൾ ഞാൻ അവനൊരു പദവി കൊടുക്കും എന്ന് കാണുമ്പോൾ തിരിച്ചു പോകില്ല എന്ന് മനസ്സിലാകുമ്പോൾ പുള്ളി പോവും. അപ്പോഴാണ് ഇദ്ദേഹം വിചാരിക്കണേ, ഇനിയിപ്പോൾ ഞാൻ എന്തിനാ അവിടെ ഇരിക്കണേ, ഞാനും പോവും. അപ്പോൾ വൈഷ്ണവം അല്ലെങ്കിൽ ഈ ബ്രഹ്മം അല്ലെങ്കിൽ ശിവം എന്നത് നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്ന 3 ശക്തികളൊന്നുമല്ല, നമ്മൾ 3ആയതാ. ഇതിലാ ഞങ്ങളെ എവിടെ വ്യത്യാസമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അവരാനന്ദിക്കുന്നു, ഹൃദയം ആനന്ദമാണ് ഉള്ള. നമുക്ക് പേടി വരും. എന്താ അമ്മ എന്തെങ്കിലും അമ്മയ്ക്ക് ബുദ്ധിമുട്ടെന്നാൽ നെഞ്ചുവേദന പോലെ തോന്നും. അച്ഛൻ എന്തെങ്കിലും പറ്റിയാൽ നമ്മൾ തലയിൽ കൈവയ്ക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാലേ മനസ്സിലാവും. കാരണം അച്ഛൻ തന്ന തലച്ചോറിലേക്കാണ് നമ്മൾ കൈ പോകുന്നത്, അമ്മ തന്ന ഹൃദയത്തിലേക്ക് പോകും. അപ്പോൾ അമ്മയെ കിട്ടുന്നത് അല്ലെങ്കിൽ വിഷ്ണുവിനെ എനിക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചത് ജലം കൊണ്ട് കുഴച്ച ഒരു മണ്ണാണ്. അതുകൊണ്ടാണ് ജലവാസി വിഷ്ണു. അതിനകത്ത് വ്യാപിക്കാൻ പറ്റും, അതിനകത്ത് മാത്രമേ എന്തു ഇട്ട് മുളപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അവർ പറയുന്നത് വിഷ്ണുവാണ് എല്ലാം. മറ്റത് അങ്ങനെയല്ല, മറ്റേത് ഏകമായിട്ട് ചുമ്മാ ഇരിക്കുന്ന ഒരാളെന്ന്. അതില്ലെങ്കിൽ നമ്മളില്ല. അതുകൊണ്ട് ഹൃദയം മാറ്റി വയ്ക്കാം, തലച്ചോറ് മാറ്റി വയ്ക്കാൻ പാടില്ല. അപ്പോൾ ഇതിനെ നമുക്ക് വിഷ്ണുവിനെ എപ്പോൾ ആണെങ്കിലും അടുത്തൊരു വിഷ്ണുവിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇത് പോയാൽ പോയി. അപ്പോൾ ഇതിനെ വച്ചാണ് അത് ജീവിക്കുന്നത്. അപ്പോൾ ഇതിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇതിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെ നമുക്ക് സൂക്ഷിക്കണം. വിഷ്ണുവിനെ നമുക്ക്, അതുകൊണ്ടാണ് പറയുന്നത് വിഷ്ണുവിന് 10 അവതാരങ്ങളുണ്ട്. ശിവൻ അവതാരമല്ല, ഭാവങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതാണ് പഠിക്കുന്നത്. ബ്രഹ്മാവിന് ഇത് രണ്ടുമില്ല. പുള്ളി എപ്പോഴും എനിക്ക് പറയേണ്ടത് ഞാൻ എന്നെക്കുറിച്ചല്ലേ.
ഈ ധനഞ്ജയനായിട്ട് താഴെ ഇരിക്കുന്ന ആളുടെ പേരാ ബ്രഹ്മാവ്. അപ്പോൾ ഒരു ചോദിക്കുന്നത്, കാരണം ഈ ബ്രഹ്മാവിന് മാത്രം ഈ മുടി ഇങ്ങനെ വെള്ള കളറിൽ കൊടുക്കുന്നതിൽ, താടിയും മുടിയും വെള്ള കളറിൽ കൊടുക്കുന്നതിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഉണ്ട്. അതായത് ബ്രഹ്മത്തിന് അല്ലെങ്കിൽ ബ്രഹ്മാവിന് ഒരിക്കലും നാശമില്ലാത്തതാണ്. ചെറുപ്പവുമില്ല, മരണവുമില്ല. പക്ഷെ ഒരു ബ്രഹ്മാവിന്റെ കാലം കഴിഞ്ഞിട്ട് അടുത്ത ബ്രഹ്മാവ് വരും. അത് ബ്രഹ്മകാലങ്ങളാണ്. അതുവരേക്കും പുള്ളി അതേപോലെ ഇരിക്കുള്ളൂ. അതങ്ങ് നേരത്തെ പറഞ്ഞ ഈ നിർഗുണതത്വത്തിന്റെ ഒരു പ്രതീകം. അതായത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കറുപ്പുമില്ല വെളുപ്പുമില്ല, എല്ലാം പ്രകാശരൂപമാണ്. ഒരിക്കലും എൻ്റെ മൈൻഡിൽ ഒരു മാറ്റവും ഇല്ല. പുള്ളി അയ്യോ ഇവനിത് കഷ്ടതയാണല്ലോ എഴുതുന്നത്, അതാണ് കഥ എഴുതുന്നത്. അപ്പോൾ ബ്രഹ്മാവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സൃഷ്ടിക്കുന്ന ഓരോന്നിനും സുഖദുഃഖങ്ങളെ എഴുതിക്കൊണ്ടിരിക്കുന്നെന്ന് പറയണം. അപ്പോഴാ വിഷ്ണു പോയി ചോദിക്കണ, നീ എന്തുവാ കഥയിൽ പറയുന്ന, നീ പോയിട്ട് എന്തുവാ ഇത്, അവൻ ഇങ്ങനത്തെ ഘോരകൃത്യം എന്തിനാ എഴുതുന്നത്? അപ്പോൾ പറയുന്നതില്ല, അത് അവൻ്റെ കർമ്മമാണ്. ആ കർമ്മത്തിൽ എനിക്ക് അവൻ്റെ അടുക്ക ഒരു ഗൗരവം തോന്നേണ്ട കാര്യമില്ല, അതിനെക്കുറിച്ച് എനിക്ക് ദുഃഖിക്കേണ്ട കാര്യവുമില്ല. കാരണം അത് അവൻ്റെത്, അത് ഞാൻ അങ്ങനെ എഴുതി വിടും. അപ്പോൾ ചോദിക്കുന്ന, അപ്പം നിൻ്റെതോ? അത് ഞാൻ അങ്ങ് അനുഭവിക്കും എന്ന് പറഞ്ഞാൽ, ഇപ്പം സുഖ ദുഃഖ ഭാവത്തിലിരിക്കുന്ന ആളാ ബ്രഹ്മാവ്. രണ്ടും നമുക്ക് ഈക്വലാ. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് എന്തില്ല, വരുന്നതിനെക്കുറിച്ചും ചിന്തിക്കേണ്ട, നഷ്ടമാകുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. അപ്പോൾ വരുന്നു, കുറച്ചു കാലം ഇങ്ങനെ ഇരിക്കുന്നു, അതേപോലെ അങ്ങ് പോകുന്നു. നമ്മളോ? ഇത് തന്നെയാണ് ശരയോഗത്തിൻ്റെയും ബേസായിട്ട് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുന്നത്, ഇപ്പോൾ ശിവനെയാണ് നമ്മൾ സാധാരണ അനാഥൻ എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ താരയാണ് അമ്മയായിട്ട് അങ്ങനെ എന്തോ ഒരു ചെറിയ സങ്കല്പം ഒരു വിദ്യയിൽ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ശിവൻ അനാഥനായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് ശിവനാണ് ശരിക്കും തുടക്കം ഒടുക്കം ഇല്ലാതെ, തുടക്കവും ഇല്ലാതെ ഇങ്ങനെ അനാദിയായി നിൽക്കുന്നത് എന്ന് ആദിനാഥ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയാം. അപ്പം മനുഷ്യ സഹജമായ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ചിലപ്പോൾ അത് പലയിടത്തും പലരും ചോദിച്ചിട്ടുള്ളതാണ്, ശിവൻ്റെ ഉൽപ്പത്തി എങ്ങനെയായിരിക്കും, അപ്പോൾ അല്ലെങ്കിൽ എന്താണ് ശിവൻ? അപ്പോൾ നമ്മൾ പറയാറുണ്ട് ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം എന്ന് പറയുന്നു. അപ്പം ഞാൻ ശിവനായിരിക്കുന്നു, പക്ഷേ ശിവൻ ആരാണ്? അല്ലെങ്കിൽ ശിവൻ്റെ ഉൽപ്പത്തി, അല്ലെങ്കിൽ ശിവൻ്റെ ഈ ശിവൻ്റെ വിന്യാസത്തിൻ്റെ രഹസ്യം എന്താണ്? ഓക്കെ, ശിവ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പഠിക്കേണ്ട ഭയങ്കരമായൊരു സംഭവമുണ്ട്. അതായത് ജീവവാസേ, അതാണ് ശിവ. ജീവൻ, അതിനെയാണ് ജീവ, ശിവ, ജീവ, വാസ. എപ്പോഴാണോ ജീവനെ ഉത്ഭവിപ്പിക്കണം എന്ന് ശക്തിരൂപമായ ബ്രഹ്മാണ്ടമായിരിക്കും ഒളിഞ്ഞിരിക്കുന്ന ഒരു ശൂന്യത്തിന് തോന്നുന്നോ, അപ്പോൾ അതിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആദ്യ ബിന്ദുവാണ് ശിവ. അപ്പോൾ ഒരു ജീവൻ, ഇത് ജീവൻ്റെ കണികയാണ്. ഇതാണ് നമ്മൾ സകല ജീവനെയും എടുക്കാൻ പോകുന്നത്. ഈ കണിക തീരുമാനിക്കും എനിക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അപ്പോൾ ഇത് നേരെ ഇങ്ങനെ വന്നിട്ട് ആലോചിക്കുന്നു, ഇനിയിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നിന്നാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ശക്തിയുമായിട്ട് ചേരുന്നു വീണ്ടും അതേ എനർജിയെ അത് തന്നെയാണ് നമ്മൾ ബൈബിളിൽ നമ്മുടെ എല്ലാത്തിലും പറയുന്നത്. ബൈബിളിൽ വേണമെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായി പറയാം. എങ്ങനെയെന്ന് പറഞ്ഞാൽ, ആദത്തിനെ ആദ്യം സൃഷ്ടിച്ചു, ആദത്തിൻ്റെ ഭാര്യയിലൂറി മറ്റയാളെ ഉണ്ടാക്കി. അത് ഞാൻ ശിവം പുറത്തേക്ക് വന്നു, ശിവം നേരെ ശക്തിയുമായിട്ട് കണക്ട് ചെയ്ത് തൻ്റെ ഒരു പ്രതിബിംബം വേറൊരു പെണ്ണിനെ എടുക്കുന്നു, ഒരു ശക്തിയെ തന്നിലേക്ക് ആവാഹിക്കുന്നു, രണ്ടുപേരുമായിട്ട് ഇതെല്ലാം ചെയ്യുന്നു. അപ്പോൾ ശിവം എന്നത് സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു ചെറിയൊരു ഉത്തരം കൊടുക്കാന്ന് പറഞ്ഞാൽ, ആദ്യത്തെ ജീവകണിക. അതിനു മുമ്പ് ജീവനില്ല, എല്ലാം മറഞ്ഞൊളിപ്പിച്ച് വെച്ചൊരു ശൂന്യമേ ഉള്ളൂ. ആ ശൂന്യത്തിലിരിക്കുന്നതിൻ്റെ പേരാ ശക്തി. നമ്മൾ പറയില്ല പരാശക്തി, പരം ശക്തി. ഇത് പരാശക്തിയും പരം ശക്തിയും പരനെ ഉണ്ടാക്കി. എന്തുണ്ടാക്കി? അപ്പോൾ പരൻ, പരം, പരം പരൈ, പരം പരൈ, പരനും പരയും എന്തുവാ? അതാണ് വംശം, പരമ്പര. അതെ, പരനും പരയും വേണം. പരാശക്തി എന്ന പരയും അതിൽ നിന്നുണ്ടായ പരനും ചേരുമ്പോൾ പരമ്പരയാവും. അതാണ് DNA ഇങ്ങനെ കൊരുത്തിരിക്കും. ഇത് തന്നെയാണ് നമ്മൾ കണക്ടിവിറ്റി. ആദ്യമായി ഉണ്ടാകുന്ന ഒരു ജീവകണികയാണ് ശിവ. അത് ആരിൽ നിന്നാണ് മാറ്റാൻ പറ്റുന്നത്? അല്ല, ശിവം എന്ന് പറയുന്ന ഒരു ലിംഗം, ഇങ്ങനെ അതിന് ലിംഗരൂപം കൊടുത്താൽ അതുകൊണ്ട് രൂപമില്ല, സൂചകം. അതൊരു മാറ്റർ വൈസ് ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കാനേ പറ്റൂ. അത് അതിനെ പ്രവർത്തിപ്പിക്കുന്ന ശക്തിയാണ്, കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്
നമ്മൾ പഠിച്ചാൽ മതി. അല്ലാതെ നമ്മൾ ഈ കാണുന്ന രൂപം അപ്പോൾ ഈ ശിവൻ ആ ഒരു ആവിർഭാവത്തിന് മുമ്പ് ഒന്നുമില്ല, ഒരു നത്തിങ് എൽസ് എന്നല്ല, അതൊരു എല്ലാം പറഞ്ഞില്ലേ, ഒന്നിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. അതൊരു ശൂന്യം. അത് ആരൊളിപ്പിച്ചു? അതൊക്കെ കാലത്തിലാ. കാലത്തെ നമ്മളെല്ലാം പറയുന്നത് ശിവനെ നമ്മൾ മഹാകാലൻ എന്നല്ലേ പറയുന്നത്. അതാ കാലം. അതായത് ഈ ശിവനെ മഹാകാലൻ എന്ന് പറയാൻ കാര്യം ഈ ശക്തി ഇരിക്കുന്നതും അപ്പോഴും അദ്ദേഹം ഉണ്ടല്ലോ എന്നുള്ളതാണ്. ആ ശിവൻ ഉണ്ടല്ലോ, അതാണ് പറയുന്നത്. ആ ശിവന് പേരില്ല, അതിൻ്റെ പേരാ കാലം. നിങ്ങളെടുത്തിട്ട് കാലനാക്കിയതാ, മനസ്സിലാകുന്നു? ആ കാലം ഇനി അതിലായിരിക്കുന്ന കലയിലാ. നമ്മൾ അങ്ങോട്ട് പോകണം. ഇനി ഉള്ളിലേക്കാണ് പോകുന്നത്. ചെറുതായിട്ട് വരും. അപ്പം കല ഒതുങ്ങിയ ലയത്തിൽ പോകും, പ്രളയം. അതെ. അപ്പം ഒന്നുമില്ല, അത് കുറച്ചുകൂടെ മാറ്റർ ചുരുങ്ങി. ഇനി അത് പോയാൽ അയമായി, വളരെ സിമ്പിളായി. അത് പോയാൽ അതിൽ നിന്ന് മാറ്ററായി അണുവായി. ഇങ്ങനെ ഒന്നും അല്ലാതെ നമ്മൾ താഴെ പോകും. അത് വികസിച്ച് വരുമ്പോഴാ ശിവത്തിൽ നിന്നും ശക്തിയിൽ നിന്നും വീണ്ടും ശിവം ഇങ്ങനെ വരുന്നത്. അപ്പൊ കാലത്തിൽ നിന്നും, കാലം എന്ന ശൂന്യത്തിൽ നിന്നും ശക്തിയിൽ നിന്നും ശിവശക്തി സംഹാരം സംയോഗം കൊണ്ടടുത്ത് വീണ്ടും ശിവനും, വീണ്ടും ശിവൻ വരും, വിഷ്ണു വരും, ബ്രഹ്മാവ് വരും. ഇങ്ങനെയാണ് ത്രിഗുണങ്ങളായിട്ട് വരും. അപ്പൊ ഇതിനെയാ. അപ്പൊ ആദ്യം ശിവൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആദ്യവും ഉണ്ട്. പക്ഷെ അവന് ശിവനെന്നല്ല പേര്. ഇപ്പൊ നമ്മുടെ ഉള്ളിലിരിക്കുന്ന സദാജീവൻ, അതാണ് സദാശിവൻ. സദാജീവൻ ഇരുന്ന് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഇടം. അപ്പൊ അതാണ് പറയുന്നത്, ജീവഭാവം പണ്ട് തൊട്ടേ എല്ലാത്തിലുമുണ്ട്. ഇപ്പൊ നമ്മൾ പറയുന്നു കല്ലില്, ഇതപ്പോ ഇതിനകത്തൊരു ജീവഭാവമുണ്ട്. ഇത് ചലിക്കാത്തതാ, പക്ഷെ ഇതിനകത്തൊരു ജീവഭാവം ഉണ്ട്. അത് ചലിക്കുന്നില്ല എന്നുള്ളതേ. ആ ജീവഭാവം ഇല്ലെങ്കിൽ ഇതെടുത്തിട്ട് കത്തിച്ചാൽ കത്തില്ല, അത് ഒളിഞ്ഞിരിക്കുന്നു. അങ്ങനെ ആദ്യം മുതൽ ശിവം എന്നതുണ്ട്. പക്ഷേ അതിനെ ശിവം എന്ന പേരിലല്ല പറഞ്ഞിരിക്കുന്നത്. ശിവം എന്ന ഭാവത്തിൽ ചലിക്കാൻ തുടങ്ങിയതിനെ എന്തു പറയുന്നത്? ശിവൻ ഒരു മാറ്ററായിട്ട് മാറി. ഇനി ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ആ മാറ്ററിനെ ചലിപ്പിക്കാൻ താൻ തന്നെ ഒരു ശക്തിയുമാക്കി. അങ്ങനെയാ ചലിച്ചു തുടങ്ങിയത്. അപ്പോൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഭാവത്തെ എല്ലാവരും എന്തു പറയുന്നത്? ശിവം 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 ശിവം.